വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ വനം വകുപ്പ് സ്പോട്ട് ചെയ്തു. ബാവലി സെഷനിലെ വനം മേഖലയിൽ നിന്നും ആനയുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് ആനയെ കണ്ടാൽ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത പരിശോധിക്കുകയാണ്. ആനയെ തളയ്ക്കാൻ കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യൻ, ഭരത് എന്നീ കുങ്കിയാനകൾ ബാവലി മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നു. അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം വൈകിട്ട് 3 മണിക്ക് സംസ്കരിക്കും. ബാവലിയിൽ നിന്ന് അരുൺ അമർനാഥും ഒപ്പം കമലും ചേരുന്നുണ്ട്. ആദ്യം അരുൺ അമർനാഥിലേക്ക് പോവുകയാണ്. അരുൺ, ബാവലിയിൽ ഈ കുങ്കിയാനകൾ ക്യാമ്പ് ചെയ്യുന്നു, ഒപ്പം ട്രാക്കിംഗ് ടീം അവർ കാട്ടിനുള്ളിലേക്ക് കയറി എന്നും അറിയാൻ കഴിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ആനയുടെ അടുത്തേക്ക് ഏതാണ്ട് എത്താനുള്ള സാധ്യതകളാണ് ഒരുക്കുന്നത്. പൂർണ്ണമായിട്ടും നമുക്ക് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവരിപ്പോൾ വനം വകുപ്പിന്റെ ആളുകൾ പൂർണ്ണമായും ഇതിനെ ഒന്ന് വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അനുയോജ്യമായ ഒരു സാഹചര്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. അതെ 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 തീർച്ചയായിട്ടും അനുയോജ്യമായ സാഹചര്യം ഒരുക്കുക എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യമങ്ങളും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഉൾവന മേഖലയിലാണ്, ചെമ്പകപ്പാറയിലെ 3 കിലോമീറ്റർ അകലെയുള്ള ഉൾവന മേഖലയിലാണ് ആനയുള്ളത്. ഇവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വനം വകുപ്പ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അതാണ് നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ആനയെ കണ്ടെത്തണം. അതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ പ്രദേശത്തായി ആനയുണ്ടോ എന്ന് പരിശോധിച്ച് ഊർജിതമായ തിരച്ചിൽ നടത്തുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയെ എത്ര വേഗം കണ്ടെത്താനാകുമോ തുടർന്ന് മയക്കുവെടിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കാനാകും. ഇപ്പോൾ ക്രമീകരണങ്ങളെല്ലാം കൃത്യമാണ്, എല്ലാം സജ്ജമാണ്. ആനയെ കണ്ടെത്തിയാൽ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. അതിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അവിടെ വലിയ വെല്ലുവിളി ഇല്ല എന്ന്, ഭൂപ്രകൃതി ആയാലും മറ്റ് സാഹചര്യങ്ങളായാലും വെല്ലുവിളി നിറഞ്ഞതല്ല എന്നൊരു ആശ്വാസ ഘടകം കൂടി വരുന്നുണ്ട്. ആനയെ കണ്ടെത്തുക എന്ന ആ ഒരു ദൗത്യത്തിലേക്ക് വനം വകുപ്പ് എപ്പോൾ അടുക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കിയാണ്. എത്രയും പെട്ടെന്ന് ആനയെ കണ്ടെത്താനാകും എന്നൊരു ശുഭ പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ സമയം അതിക്രമിക്കുകയാണ്, സമയം കടന്നു പോകുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഈ ഒരു 2 മണിക്കൂർ എന്തായാലും നിർണായകമാണ്. ഇതിനുള്ളിൽ ആനയെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് മയക്കുവെടി വെക്കാനുള്ള ആ ഒരു പ്രക്രിയയിലേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കും. എന്തായാലും ഈ റോഡിന്റെ ഇരുവശങ്ങളിലായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ്, പോലീസ് സേന ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ട്രാക്ക് ചെയ്ത ആ ഒരു മേഖലയിലേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കേരളം ഉറ്റുനോക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആനയെ കണ്ടെത്താനാകുമോ ആ ചോദ്യമാണ് ഈ മണിക്കൂറിൽ ഉയരുന്നത്. ആനയെ കണ്ടെത്തിയാൽ മിഷൻ ഓൺ എന്ന വനം വകുപ്പിന് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്നൊരു പ്രതീക്ഷയിൽ നാട്ടുകാരുണ്ട്. അവരുടെ ഏറെക്കാലമായുള്ള ആശങ്കയാണ്. അതിന് പരിഹാരം കാണാനാകും എന്നൊരു പ്രതീക്ഷയോടെ അവർ നിൽക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു സങ്കീർണമായ സ്ഥിതി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും പോകാതെ തന്നെ എത്രയും പെട്ടെന്ന് ആനയെ കണ്ടെത്തണം, തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകാനാകും. എന്തായാലും ഈ വനമേഖലയിൽ ഇപ്പോൾ ആനയുണ്ട് എന്നൊരു സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. സേതു. അരുൺ തുടരുക. ഞാൻ കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ, ഈ ആനയെ ഇപ്പോ ബാവലി സെഷനിലെ വനമേഖലയിൽ നിന്ന് ആനയുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആനയെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വനപ്രദേശത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ ഈ PT-7 ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ PT-7 ഒക്കെ ആന ഈ ദൗത്യം നടത്തിയത് കാട്ടിനുള്ളിൽ വെച്ചായിരുന്നു. അന്ന് ഈ JCB ഒക്കെ എത്തിച്ച് വഴികളൊക്കെ നന്നാക്കിയതിനു ശേഷമാണ് ഈ ഒരു ദൗത്യം നടത്തിയത്. ഇപ്പോ ഇതേപോലത്തെ ഒരു സെയിം സിറ്റുവേഷൻ ആണോ ഇപ്പോ നിൽക്കുന്ന ഈ ആനയും? ആ വനമേഖലയിൽ വെച്ച് ഒരു ദൗത്യം നടത്താൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണോ? സേതു, പ്രധാന പാതയിൽ നിന്ന്, അതായത് മാനന്തവാടി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളിലാണ് ഈ മേഖല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ വനത്തിലൂടെയുള്ള റോഡ്, വനംവകുപ്പ് ഉപയോഗിക്കുന്ന പാതകളൊക്കെ ഉണ്ടെങ്കിൽ ലോറി എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആനയെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ തടസ്സങ്ങളൊക്കെ JCB ഒക്കെ കൊണ്ടുവന്ന് പരിഹരിച്ച വഴിയൊക്കെ ഒരുക്കാൻ കഴിയും. വലിയ ട്രഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ JCB കൊണ്ട് മൂടിയൊക്കെ മുൻപ് ലോറിയൊക്കെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമാണോ ഉള്ളതെന്നറിയില്ല. എന്തായാലും
ഈ ഉദ്യോഗസ്ഥരുടെ വിന്യാസവും അവരുടെ മൂവ്മെന്റും ഒക്കെ കാണുമ്പോൾ ദൗത്യത്തിലേക്ക് അടുക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അല്പസമയം മുമ്പ് ബാവലി വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അജേഷ് മോഹൻദാസ്, അതുപോലെ CCF KS ദീപ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക്, ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് അടുത്തേക്ക് അവർ ബാവലിയിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദൗത്യത്തിലേക്ക്, ഈ മയക്കുവെടി വെക്കുന്ന ഘട്ടത്തിലേക്ക് വനം വകുപ്പ് കടക്കുന്നു, അല്ലെങ്കിൽ ആനയെ കണ്ടെത്താൻ ഊർജിതമായ ശ്രമം നടക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്ടർ അടക്കം ആ മേഖലയിലേക്ക് നീങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആനയെ നേരിട്ട് കണ്ടെത്തി മയക്കുവെടി വെക്കുന്നതിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വനത്തിനകത്തായതുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കുക എന്ന ദൗത്യമൊന്നും ഇല്ല, അത്തരമൊരു പ്രശ്നമില്ല. റോഡിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്താനൊന്നും സമ്മതിക്കാതെ റോഡിൽ ഒരു സുരക്ഷയൊരുക്കുക. വനത്തിനകത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ദൗത്യ സംഘവും അല്ലാതെ മറ്റാരും ഉണ്ടാകില്ല. അതുകൊണ്ട് ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെക്കുന്ന അതുപോലെയുള്ള വെല്ലുവിളികൾ ഇതിലുണ്ടാകില്ല. ആനയെ കണ്ടെത്തുകയാണെങ്കിൽ എന്തായാലും ആ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു ശുഭകരമായ വാർത്ത ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, കമലിലേക്ക് വരാം. ഇപ്പോൾ എന്താണെങ്കിലും ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്നാണ് ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഫെലിക്സിലേക്ക് കൂടി പോവുകയാണ്. ഫെലിക്സ്, ഇപ്പോൾ ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. വെറ്റിനറി സംഘത്തിലേക്കാണെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെത്തുന്നു, ദൗത്യ സംഘത്തിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നു. അങ്ങനെ ഏതു നിമിഷവും ഒരു ദൗത്യം ഉണ്ടാകാം. മിഷൻ ഓൺ എന്നൊരു ഇനി അത് കേൾക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ കാത്തിരിക്കേണ്ടത്? ആ ഒരു ദൗത്യത്തിലേക്ക് അടുക്കുകയാണോ വനം വകുപ്പ്? തീർച്ചയായും ബാവലി ഈ വനത്തിനുള്ളിൽ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. ആനയുടെ അടുത്തേക്ക്, സമീപത്തേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പോകുന്നു. ഇപ്പോൾ നേരത്തെ കുങ്കി ആനകളെയൊക്കെ നിലയുറപ്പിച്ച സ്ഥലമാണ് ഇവിടെ. കുങ്കി ആനകളെ ഇവിടെ നിന്നും ഈ ആനയെ കണ്ടു എന്ന് പറയുന്ന, ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുങ്കി ആനകളെ അടക്കം മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വനംവകുപ്പ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ നൽകുന്നില്ല. വനംവകുപ്പ് ഈ ആനകളെ അങ്ങോട്ടേക്ക് മാറ്റിയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ അരുൺ നിൽക്കുന്ന ബാവലിയുടെ ഒരു സ്ഥലത്ത് നിന്ന് മാറിയ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ മേഖലയിൽ ഉണ്ടായിരുന്നു, കുങ്കി ആനകൾ ഉണ്ടായിരുന്നു. പക്ഷേ കുങ്കി ആനകളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഓപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വനത്തിനുള്ളിലേക്ക് ഈ പറയുന്ന ആന ഉള്ള സ്ഥലത്തേക്ക് മറ്റ് ആനകളൊക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു ഓപ്പറേഷൻ്റെ ദൗത്യത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് ഒരു പക്ഷേ വനംവകുപ്പ് കടന്നിരിക്കാം. പക്ഷേ ഇത് വനത്തിനുള്ളിലാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ ആ വശത്തേക്ക് പ്രവേശനവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തായി കാര്യങ്ങൾ എന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഏതായാലും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കാട്ടിനുള്ളിലേക്ക്, അതായത് നേരത്തെ ഇതിനെ കണ്ടെത്തി എന്ന് നമുക്ക് ഒരു സൂചന ലഭിച്ച വനത്തിനുള്ളിലേക്ക് മുഴുവൻ ഉദ്യോഗസ്ഥരും, ഇവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥരും കടന്നിരിക്കുന്നു. ഉള്ളിൽ ആനയെ സ്പോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കുങ്കി ആനകളെ എത്തിക്കാനുള്ള ഒരു നീക്കവും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ദൗത്യം ആരംഭിക്കും. അതായത് കർണാടക വനത്തിലേക്ക് ആന പോയിട്ടില്ല, ആന ഇപ്പോഴും കേരളത്തിന്റെ വനത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ദൗത്യത്തിലേക്ക് കടക്കുക, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് എത്രയും വേഗം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ കുങ്കി ആനകളെയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ മറ്റ് നടപടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഫെലിക്സ്, അതായത് ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിലവിലെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ മിഷൻ ഓൺ എന്ന് പറയുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ഏതു നിമിഷം വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും, അങ്ങനെയല്ലേ? തീർച്ചയായും. കാരണം ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, അതായത് ഇതിപ്പോൾ പ്രധാനപ്പെട്ട പാതയാണ്, കർണാടക കേരള അതിർത്തി പങ്കിടുന്ന നാഗർകോളെ വന്യജീവി സങ്കേതം, ഫോറസ്റ്റ് ഏരിയയാണ് നമുക്ക് എതിർവശത്ത് കാണുന്നത്. അപ്പോൾ തൊട്ട് ഇപ്പുറത്ത് ആണ് ഈ സംഭവം, ഈ ആന ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് കർണാടക വനത്തോട് ചേർന്ന്, പക്ഷേ കർണാടക വനത്തിലേക്ക് കയറിയിട്ടില്ല. കേരള വനത്തിനുള്ളിൽ തന്നെയാണ് ആനയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത്രയും നേരം ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും വനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വനത്തിനുള്ളിലാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അത് സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, ജീവനക്കാരും മറ്റുദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം അത്തരം നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് തുടരുക. ഇപ്പൊ എന്താണെങ്കിലും ആ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് അടക്കം നൽകി പ്രദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം മേഖലയിൽ ആകെ നൽകിയിരിക്കുകയാണ് അധികൃതർ. അതിലേക്ക്
പുറത്തിറക്കാതിരിക്കുക, വനത്തിൽ പ്രവേശിക്കാതിരിക്കുക, ഉദ്യോഗസ്ഥന്മാർ യഥാസമയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക, മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു. നാട്ടുകാർ ശ്രദ്ധയ്ക്ക് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ്. കർണാടകത്തിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച ആന മണ്ണുണ്ടി വനത്തിൽ എത്തിച്ചേർന്നുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു. നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ്. കർണാടകത്തിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആന മണ്ണുണ്ടി വനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഏത് സമയത്തും ഏത് ഭാഗത്തേക്കും നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, വനത്തിൽ പ്രവേശിക്കാതിരിക്കുക, മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.